ദീപു അങ്ങോട്ട് നോക്ക്. ആ വരവ് കാണാൻ നല്ല രസം. എന്തായാലും ഒരു ഫോട്ടോ എടുത്തേക്കാം. ഏയ് വേണ്ട നന്ദു, അത് അമ്മാവനെയും മറ്റുള്ളവരെയും ഇൻസൾട്ട് ചെയ്തതിന് തുല്യ. അവരെന്തോ വിചാരിച്ചോട്ടെ ദീപു, ഇങ്ങനെയുള്ള മൊമെന്റ്സ് ഒന്നും എപ്പോഴും കിട്ടില്ല. അച്ഛൻ ശപിച്ചിട്ടാ അവിടെ നിന്ന് ഇറങ്ങി പോന്നത്. ഉദിച്ചുയർന്നേൽക്കുന്ന സൂര്യൻ ഈ പകൽ വെളിച്ചമാണ് സത്യം. കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോയിട്ടില്ല. അവര് തകരാൻ വേണ്ടിയൊന്നും ഞാൻ ആരെയും ശപിച്ചിട്ടില്ല. ശുദ്ധനും പഞ്ചപാവവും ആയിട്ടുള്ള എന്റെ അച്ഛന്റെ പ്രാക്ക് ദൈവം കേട്ടു. അതാ ഇന്ന് അതേ വീട് തന്നെ നമ്മുടെ കയ്യിൽ വന്നത്. ഞാൻ ദൈവത്തിന് നന്ദി പറയാ, നമ്മുടെ കണ്ണുനീരിന് ഇതുപോലൊരു ഉത്തരം തന്നതിന്. ദൈവമേ, മനസ്സേന്ന് മായുന്നില്ല അന്നത്തെ ചില സംഭവങ്ങള്. ഇപ്പൊ അവര് പാവപ്പെട്ടവര്, നമ്മള് പണക്കാര്. എല്ലാം ദൈവത്തിന്റെ കളികളാ. മൂപ്പരൊരു വല്ലാത്ത ക്യാരക്ടർ തന്നെ. ആര്? നമ്മുടെ ദൈവം. ആ അല്ല മോനെ, അവരിത്ര പെട്ടെന്ന് തകർന്നടിയാൻ എന്താ കാരണം? വല്ലതും അറിയോ? എനിക്കൊന്നും അറിയില്ലമ്മേ. അവരുടെ പ്രശ്നം എന്ത് തന്നെയായാലും അത് പരിഹരിക്കാൻ തന്നെയാ ഞാൻ ആ വീടും പുരയിടവും വാങ്ങിയത്. എനിക്കെന്റെ സാറിനോടും ഋതികയോടും ഒരു പ്രതികാരവുമില്ല. നമ്മൾ എന്നാ മോനെ പുതിയ വീട്ടിലേക്ക് മാറുന്നേ? ഏറ്റവും അടുത്തുള്ള മുഹൂർത്തത്തില്. ആ നിങ്ങളെ ഇപ്പൊ വാ. ദേ, ഇതെല്ലാവർക്കും ഉള്ള ഡ്രസ്സും പെർഫ്യൂംസും ഓർണമെന്റ്സും ഒക്കെയാ. ഇത് അച്ഛനൊരു വാച്ച്. വിലപിടിപ്പുള്ളതാ, സൂക്ഷിക്കണം. മോനെ, നീ തന്നു എന്നുള്ളതാണ് എനിക്കിതിന്റെ വില. ഞാനിത് മരണം വരെ സൂക്ഷിക്കും. അച്ഛന് വിഷമമുണ്ടോ? ഇല്ല മോളെ. അച്ഛൻ എന്നോട് കള്ളം പറയണ്ട. ദീപു അങ്ങോട്ട് നോക്ക്. ആ വരവ് കാണാൻ നല്ല രസം. എന്തായാലും ഒരു ഫോട്ടോ എടുത്തേക്കാം. ഏയ് വേണ്ട നന്ദു, അത് അമ്മാവനെയും മറ്റുള്ളവരെയും ഇൻസൾട്ട് ചെയ്തതിന് തുല്യ. അവരെന്തോ വിചാരിച്ചോട്ടെ ദീപു, ഇങ്ങനെയുള്ള മൊമെന്റ്സ് ഒന്നും എപ്പോഴും കിട്ടില്ല. ദീപു ഫോട്ടോ ഫ്രെയിം ചെയ്ത് എന്റെ ബംഗ്ലാവിൽ വെക്കും. എന്നിട്ട് ദിവസവും വിളക്ക് കത്തിക്കും. അങ്ങനെയൊന്നും പറയില്ല നന്ദു. അച്ഛാ,
കൃഷ്ണ, നീ ഞങ്ങളുടെ സങ്കടം കേട്ടു. നിങ്ങളൊക്കെ ആരാ? ഈ ജോലിക്കാരെയൊക്കെ നീ അതിനിടയ്ക്ക് ഏർപ്പാട് ചെയ്തോ? അമ്മ എന്താ ഈ പറയുന്നേ? ഇത്രയും വലിയ വീട്ടില് നമ്മൾ താമസിക്കുമ്പോ പിന്നെ സെർവൻസ് വേണ്ടേ? ഇനി അച്ഛനും അമ്മയും ഒരു ജോലിയും ചെയ്യണ്ട. പിന്നെ നീ ചെയ്യോ? അയ്യോ അമ്മ, അതിനല്ലേ ഇവരെ നിയമിച്ചിരിക്കുന്നേ. ആ, എന്നാ പിന്നെ നിങ്ങൾ നേരം കളയണ്ട. ആദ്യം ഈ വീടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്ക്. എല്ലാം വൃത്തിയേടാക്കിയിട്ട് പോയിരിക്കുക. അത് കഴിഞ്ഞ് മതി വെപ്പും കൊടിയൊക്കെ. നിങ്ങൾ ചെല്ല്. ശരി. രാജു, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സർപ്രൈസാ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നെ. ആഹാ, നിങ്ങൾ എന്താ ഇങ്ങനെ നിക്കുന്നേ? ഇവിടെ ഇരിക്കേ. എന്താ, ഇരിക്കാൻ പേടിയാണോ? ഇത് ഇനി മുതൽ നമ്മുടെ മോന്റെ വീടാ, നമ്മുടെ സ്വന്തം വീട്. ഇവിടെ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ വീടൊക്കെ ഒന്ന് കണ്ടോട്ടെ, എന്നിട്ടിരിക്കാം. ആദ്യം ഈ ക്ഷീണമൊക്കെ ഒന്ന് തീരട്ടെ, എന്നിട്ട് ഈ വീടൊക്കെ ഒന്ന് നോക്കാം. അല്ലെങ്കിൽ തന്നെ ഈ വീടിന് നോക്കാൻ എന്തിരിക്കുന്നു? നമ്മൾ ഇനി ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ പോവല്ലേ. അപ്പൊ എപ്പോ വേണമെങ്കിലും മുറികളൊക്കെ കയറി കാണാലോ. പണ്ടൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. നമ്മൾ എന്താഗ്രഹിച്ചാലും അതൊക്കെ നേടിത്തരുന്ന ഒരു സഹോദരൻ. ആ ആഗ്രഹം വെറുതെ ആയില്ല. എന്ന് കരുതി നീ ഒരുപാടൊന്നും ആഗ്രഹിക്കണ്ട കേട്ടോ. നീ ആഗ്രഹിച്ചു മോളെ,